യേശുക്രിസ്തുവിൻ്റെ മഹനീയമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും അനുഗ്രഹങ്ങളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിസ്പ 3 ഷക്കേന ചാനൽ കേരള സമൂഹത്തിന് വേണ്ടി ഒരുക്കുന്ന വളരെ വലിയൊരു വിശിഷ്ട അവസരമാണ്. ഈ കഴിഞ്ഞൊരാഴ്ച മിസ്പ 3 എന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി പ്രഗത്ഭരായ വ്യക്തികൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ പ്രചോദനമനുസരിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആകുലതകളും കൺസേൺസും പ്രയാസങ്ങളും വേദനകളും ഈ കേരളത്തിലെ നല്ലവരായ കേരള സമൂഹത്തോട് പങ്കുവെക്കുകയുണ്ടായി. ഇന്ന് ഞാനിത് നിങ്ങളോട് പറയുന്നത് കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും സ്നേഹിച്ച് അതിനോടൊരു ആദരവും ഒരു സ്നേഹവും ഉള്ളവർക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉള്ളിൽ തോന്നുകയാണ്. പലരുടെ ഉള്ളിൽ തോന്നുകയാണ് എന്തെങ്കിലും ചെയ്യണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ പലരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളൊരു കാര്യം നിങ്ങളോട് ഈ സമാപന ദിവസം പങ്കുവെക്കാൻ ശക്തമായ ഒരു പ്രചോദനം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഉണരുക, പ്രതിരോധിക്കുക, പ്രതിഷേധിക്കുക, സംഘടിക്കുക. ഇതെല്ലാം പാപമാണെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അവരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. തക്ക സമയത്ത് ഉണരണം, തക്ക സമയത്ത് എഴുന്നേൽക്കണം, തക്ക സമയത്ത് കൈകോർക്കണം. അത് കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടിയാകണം. കർത്താവിൻ്റെ സഭയോടുള്ള മിശിഹ ഗാത്രത്തോടുള്ള സ്നേഹമുള്ളവർക്കാണ് ഈ ഒരു ആഹ്വാനം, ഈ ഒരു വിളി ഫീൽ ചെയ്യാൻ തുടങ്ങുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേൽക്കുക, ദൈവശക്തി വെളിപ്പെടും എന്നാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സംഘടിക്കുന്നത് പാപമാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി പ്രതിഷേധിക്കുന്നത് പാപമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഭീരുത്വത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം. നമ്മൾ അറിയാതെ കിടക്കുന്ന ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമായിരിക്കാം. എസ്കേപ്പിസം അതല്ല സ്പിരിച്വാലിറ്റി. എസ്കേപ്പിസം അല്ല സ്പിരിച്വാലിറ്റി. ആധ്യാത്മികതയിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ധീരതയാണ്, ധൈര്യമാണ്, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കലാണ്. യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകണം, അഭിമുഖീകരിക്കണം, യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം. ഞാനൊരു സംഭവം ബൈബിളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിസ്തീയർ എന്നൊരു സമൂഹം ഗോലിയാത്ത് എന്നൊരു മല്ലൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് ഭീഷണിയായി നിൽക്കുകയാണ്. 1 സാമുവേൽ 17-ാം അധ്യായത്തിലാണത്. അപ്പോൾ ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം ഈ ഒരു വലിയ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെടുകയാണ്. 1 സാമുവേൽ 17-ാം അധ്യായം 4-8 വരെ ആ ഗോലിയാത്ത് എന്ന മല്ലനിൽ നിന്ന് വന്ന അതികഠിനമായ ഭീഷണിയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ ഫിലിസ്തീയ പാളയത്തിൽ നിന്ന് ഗത്തുകാരനായ ഗോലിയാത്ത് എന്ന മല്ലൻ മുമ്പോട്ട് വന്നു. 6 മുഴവും 1 ചാണുമായിരുന്നു അവൻ്റെ ഉയരം. അവൻ്റെ തലയിൽ ഒരു പിച്ചള തൊപ്പി. അവൻ്റെ ഉയരവും വണ്ണവും ഫിഗറും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഭീമൻ. പണ്ട് നമ്മൾ ഭീമൻ എന്നൊരു കഥാപാത്രത്തിൽ കേട്ടിട്ടില്ലേ? അതുമാതിരിയുള്ള ഒരു ഫിലിസ്തീയ മല്ലനാണ് ഗോലിയാത്ത്. അവൻ്റെ തലയിൽ ഒരു പിച്ചള തൊപ്പി, 5000 ഷെക്കൽ തൂക്കമുള്ള പിച്ചള കവചമായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അവൻ്റെ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട, ഷൂസ് പോലെ കാൽച്ചട്ട, അവൻ പിച്ചള കൊണ്ടുള്ള കാൽച്ചട്ട ധരിക്കുകയും പിച്ചള കൊണ്ടുള്ള കുന്തം തോളിൽ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അവൻ്റെ കുന്തത്തിൻ്റെ തണ്ടിന് നെയ്ത്തുകാരൻ്റെ ഉരുളിൻ്റെ ഘനവും അതിൻ്റെ മുനയ്ക്ക്, ഇരുമ്പ് മുനയ്ക്ക് 600 ഷെക്കൽ ഭാരവും ഉണ്ടായിരുന്നു. പരിച വഹിക്കുന്നവൻ അവൻ്റെ മുമ്പേ നടന്നിരുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ പടയുടെ നേർക്ക് അട്ടഹസിച്ചു: നിങ്ങൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണോ? ഞാനൊരു ഫിലിസ്തീനാണ്, നിങ്ങൾ സാവൂളിൻ്റെ സേവകരല്ലേ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്കുക, അവനെ നേരിടട്ടെ. ഇത് അവൻ ഭയങ്കരമായ വിധത്തിൽ അവൻ ആക്രോശിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്, വെല്ലുവിളിക്കുകയാണ്.
ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥിതി എന്താണ്? ഈ ഗോലിയാത്ത് രംഗത്തേക്ക് വരുമ്പോൾ അവൻ ആ രംഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് അങ്ങോട്ട് നടക്കുന്ന സമയത്ത്, അവൻ്റെ ഒരു സ്വരം കേൾക്കുന്ന സമയത്ത് ഇസ്രായേൽ സേന ഭയചകിതരായി കാൽമുട്ടുകൾ കൂട്ടിയടിച്ച് അവർ ഭയന്ന് ചെതറി ഓടും. ഇതായിരുന്നു ഇസ്രായേൽ സേനയുടെ അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയൊരു സമയത്താണ് ദാവീദ് എന്നൊരു ചെറുബാലൻ രംഗത്തേക്ക് വരുന്നത്. 1 സാമുവേൽ 17-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കവേ ഗത്തിൽ നിന്നുള്ള ഗോലിയാത്ത് എന്ന മല്ലൻ മുൻപോട്ട് വന്ന് മുൻപത്തെ പോലെ വെല്ലുവിളിക്കുന്നത് ദാവീദ് കേട്ടു. ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഇസ്രായേലിയർ ഭയന്നോടി. ഇതാണ് ഇസ്രായേൽ സേനയുടെ സ്ഥിതി. ദാവീദ് കേട്ടു. ഇസ്രായേൽ സേനയുടെ സ്ഥിതി എന്താ? അവർ ആ മല്ലനെ കണ്ടപ്പോൾ, ആ മല്ലൻ്റെ സ്വരം കേട്ടപ്പോൾ, അവൻ്റെ വെല്ലുവിളി കേട്ടപ്പോൾ അവർ ഭയചകിതരായി അവർ വാലും ചുരുട്ടി ഓട്ടമായി. എന്നാൽ ദാവീദ് എന്ന അവൻ കേട്ടപ്പോൾ എന്താ അവൻ്റെ പ്രതികരണം എന്താണ്? അതാണ് 26-ാമത്തെ വാക്യം. ദാവീദിൻ്റെ കാതുകളിൽ ആ വെല്ലുവിളി പതിച്ചു. ഉടനെ ദാവീദിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണർന്നു. ദാവീദ് ചോദിച്ചു, ഈ ഫിലിസ്തീനെ കൊന്ന് ഇസ്രായേലിന് വന്നിരിക്കുന്ന അപമാനം നീക്കിക്കളയുന്നവന് എന്ത് കിട്ടും? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ ഈ അവർ ചെയ്തതിന് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിക്കുകയാണ്. അവൻ ഉണർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഉണർന്നു. അവൻ ചോദിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനകളെ നിന്ദിക്കാൻ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കാൻ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ നാമത്തെ നിന്ദിക്കുക ഈ അവർ ചെയ്തതിന് ആരാണ്? ഇവനെ നാവ് പിടിച്ച് വലിച്ചിട്ടുണ്ട് ആരുമില്ല എന്നുള്ള വിധത്തിലാണ് ദാവീദ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേൽക്കുന്നത് ഉണരുന്നത് പാപമാണെന്ന് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്കാണ് എഴുന്നേൽക്കാൻ കഴിയുന്നത്. എത്രമാത്രം പാപമുണ്ടോ അത്രമാത്രം ഭയമുണ്ടായിരിക്കും. എത്രമാത്രം വചനലംഘനമുണ്ടോ അത്രമാത്രം നമ്മൾ അശക്തരായിരിക്കും. എന്നാൽ ദാവീദിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അവൻ എസ്കേപ്പിസം അല്ല അവൻ്റെ ചൈതന്യം. അവൻ ചിന്തിക്കുന്നത് അവന് വരുന്ന വരായികളെക്കുറിച്ചല്ല. ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ വരും, ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ നഷ്ടമുണ്ട്, അതല്ല ചിന്തിക്കുന്നത്. കണക്കൂട്ടലുകളിലില്ല. വരായികളെക്കുറിച്ചല്ല അവൻ ചിന്തിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ ശക്തി ഉണർന്നു, അവൻ്റെ ഉള്ളിൽ അഭിഷേകം ഉണർന്നു, അവൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണർന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിചിതൻ ആരാണ്? ഇവനെ നിലയ്ക്കുന്നത് കൊണ്ട് ആരുമില്ലേ? ഈ വിധത്തിലാണ് അവൻ്റെ ഉള്ളിലെ ചൈതന്യം അവനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തെ ആരാധിക്കുന്നൊരു വ്യക്തിയാണ്, വചനം കേൾക്കുന്ന വ്യക്തിയാണ്, ധ്യാനം കൂടുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ച് പഞ്ചപുച്ഛമടക്കി വാലും ചുരുട്ടി മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല ക്ഷമ എന്ന് പറയുന്നത്. അതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭീരുത്വമല്ല ക്ഷമ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കിക്കേ. ഒരു ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു പോവുകയാണ്. ആ ഭാര്യനെ ശത്രുക്കൾ 2-3 പേര് വന്ന് കിരാതമായി മർദ്ദിക്കുകയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് കരുതുക. ഭർത്താവ്, ആരോഗ്യമുള്ളൊരു ഭർത്താവ്, നല്ലൊരു ആമ്പറന്നവൻ അടുത്ത് നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ സ്തോത്രം 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 എന്ന് പറഞ്ഞു നിന്നാൽ അതാണോ അദ്ദേഹത്തിൻ്റെ കടമ? അതാണോ പുണ്യം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭാര്യ, ധ്യാനം കൂടുന്ന ഭാര്യ, വചനം കേൾക്കുന്ന ഭാര്യ, പ്രാർത്ഥിക്കുന്ന ഭാര്യ, ആ ഭാര്യ പറയാണ്, ഞാൻ ക്ഷമിച്ചു, സാരമില്ല, കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു എന്ന് പറയുന്നത് പുണ്യമാണ്. എന്നാൽ ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആമ്പറന്നവൻ, ആ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഭർത്താവ് ആ ഭാര്യയെ സംരക്ഷിക്കാൻ കടമയുള്ളവനല്ലേ? അവൻ്റെ ചെറുവിരലെങ്കിലും അവൻ അനക്കേണ്ടതല്ലേ? അവൻ അങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നത് അതാണോ അതാണ് പുണ്യമെന്ന് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീരുത്വവും ക്ഷമയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭീരുത്വവും പുണ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. കടമ നിർവഹിക്കുന്നപ്പോൾ കടമ നിർവഹിക്കണം. ഉണരേണ്ട സമയത്ത് ഉണരണം, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ദാവീദിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു. അവൻ വരായികളെ കുറിച്ച് ഭയമുള്ളവനായിരുന്നില്ല. അവൻ ഉണർന്നു. അവൻ്റെ ദൈവശക്തി അവനെ ഉത്തേജിപ്പിച്ചു. അവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിചിതൻ ആരാണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പിന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. 45-46 വാക്യങ്ങൾ, 17-ാം അധ്യായത്തിൽ 45-46 വാക്യങ്ങളിൽ ദാവീദ് വീണ്ടും ഗോലിയാത്തിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് ചെല്ലുകയാണ്. ഉടനെ ഗോലിയാത്ത് അവൻ്റെ നേരെ ആക്രോശിക്കുകയാണ്. നീ എന്താ ഒരു പട്ടിയെ കൊല്ലാൻ വരുന്നല്ലോ വടിയുമായിട്ട് വരണത്? ഞാൻ ഇപ്പോൾ നിൻ്റെ പച്ചിറച്ചി ഞാൻ ഈ കാക്കയ്ക്ക് പട്ടിക്ക് കിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ ആക്രോശിക്കുകയാണ്. ഉടനെ ദാവീദ് പറഞ്ഞ മറുപടിയാണ് 45-46 വാക്യങ്ങൾ. ദാവീദ് പറഞ്ഞു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു.
ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. അവനിൽ ദൈവശക്തിയാണ് പ്രവർത്തിക്കുന്നത്. അവൻ ഉണർന്നു. എഴുന്നേൽക്കുക, ദൈവശക്തി വെളിപ്പെടും. എഴുന്നേൽക്കുക, ആത്മാവിൻ്റെ ശക്തി നിന്നിൽ ശക്തമായും നിങ്ങൾ വീണ്ടും ഉജ്ജ്വലിക്കും. കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ വീഴ്ത്തും. നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. ഫിലിസ്ത്യരുടെ ശവശരീരങ്ങൾ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാകും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഇവൻ്റെ ഉള്ളിൽ, ദാവീദിൻ്റെ ഉള്ളിലെ പൗരുഷം, ദാവീദിൻ്റെ ഉള്ളിലെ ദൈവശക്തി, ആത്മാവിൻ്റെ ബലം ഉണർന്നു. അവൻ സംസാരിച്ചു, അവൻ എഴുന്നേറ്റു, അവൻ സംസാരിച്ചു. അവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തന നിരതമായി. ഒരു ജനത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിയിൽ ഉണർന്ന് പ്രവർത്തന നിരതമായി. അവൻ മുന്നോട്ട് നീങ്ങി. 51-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, അവൻ ഗോലിയാത്തിനെ നേരിടുകയാണ്. ഗോലിയാത്ത് അവൻ്റെ കവണയിൽ നിന്ന് പുറപ്പെട്ട ഒരു കല്ലുകൊണ്ട് നിലം പതിച്ച് വീണിതല്ലോ കിടക്കുന്നു തന്നെ, പർവ്വതം പോലെ അവൻ അങ്ങനെ കിടക്കുകയാണ്. ദാവീദ് ഓടിച്ചെന്ന് ഗോലിയാത്തിൻ്റെ മേൽ കയറി നിന്ന് അവൻ്റെ വാള് ഉറയിൽ നിന്ന് വലിച്ചൂരി അവൻ്റെ കഴുത്ത് വെട്ടിമുറിച്ച് അവനെ ഇല്ലാതെയാക്കി. ഫിലിസ്തീയർ തങ്ങളുടെ മല്ലൻ വധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ അവർ ചിതറിയോടി, ഭയന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതുവരെ രംഗം നിറഞ്ഞാടി നിന്നിരുന്ന അഹങ്കാരം നിലം പതിച്ചു. ദൈവകൃപ അവിടെ വിജയം പ്രാപിച്ചു. എങ്ങനെ ദൈവകൃപ വിജയം പ്രാപിച്ചത്? ഒരു മനുഷ്യൻ ഉണർന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉണർന്ന ഒരാൾ എഴുന്നേറ്റു, അവനിലൂടെ ദൈവശക്തി വെളിപ്പെട്ടു, അഹങ്കാരം നിലം പതിച്ചു. ഇന്നും നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ എന്താ പറഞ്ഞത്, ഇങ്ങനെ നിറഞ്ഞാടുന്ന അഹങ്കാരത്തിൻ്റെ ദുർഭൂതങ്ങൾ നിലം പതിക്കാൻ ദൈവമുണർത്തുന്ന, ദൈവശക്തി ഉണർത്തുന്ന ദൈവമക്കൾ ഉണർന്നെഴുന്നേൽക്കണം. അവർ സംസാരിക്കണം, അവർ വാ തുറക്കണം, അവർ സംസാരിക്കണം, അവർ പ്രതികരിക്കണം, അവർ പ്രതിരോധിക്കണം, കടമ നിർവഹിക്കണം. എഴുന്നേൽക്കുവിൻ, ദൈവശക്തി വെളിപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബെനഡിക്റ്റ് പാപ്പായുടെ ഒരു മെസ്സേജ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്ത്യൻസ് മസ്റ്റ് നോട്ട് റിമെയിൻ സൈലൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ഈവിൾ. ക്രിസ്ത്യൻസ് മസ്റ്റ് നോട്ട് റിമെയിൻ സൈലൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് ഈവിൾ. തിന്മ നിറഞ്ഞാടുമ്പോൾ, തിന്മ അട്ടഹസിക്കുമ്പോൾ ദൈവ ചൈതന്യമുള്ള ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് ദൈവശബ്ദമാകണം. അവൻ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സാന്നിധ്യമായി അവിടെ എഴുന്നേൽക്കണം. അതിനാണ് കർത്താവ് അവനെ അവിടെ നിർത്തിയിരിക്കുന്നത്. അതിനാണ് ആ സ്വരം അവനെ കേൾപ്പിച്ചത്. അതിനാണ് ആ തിന്മ കാണാൻ അവനെ അനുവദിച്ചത്. അവൻ എഴുന്നേൽക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടറിയാം, അനേകം പേര് ഉണർന്ന് എഴുതുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ, ഒരാൾ ഉണർന്ന് സംസാരിക്കുന്ന സമയത്ത് ഒട്ടനവധി പേർക്ക് അതിനോട് ചേർന്ന് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും, വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നു, സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നു. ആ ഉണരേണ്ട ആൾ ഉണർന്നില്ലെങ്കിലോ, ആ എഴുതേണ്ട ആൾ എഴുതിയില്ലെങ്കിലോ ഒട്ടനവധി പേര് ഡൗണായി കിടക്കുക. ദാവീദ് ശക്തി പ്രാപിച്ചു, അവൻ തിന്മയെ അവൻ അഭിമുഖീകരിച്ചു, അവൻ്റെ കൂടെ ഒരു ജനമുണർന്നു. ഒരാൾ ഉണരുമ്പോൾ കൂടെ ഒരു ജനമുണരുന്നു. ഞാൻ ഉണർന്നാൽ ദേശമുണരും, ഞാൻ ഉണർന്നാൽ ദേശമുണരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത്, ക്രിസ്ത്യൻസ് മസ്റ്റ് നോട്ട് റിമെയിൻ സൈലൻറ്റ്. തിന്മയുടെ മുമ്പിൽ, തിന്മ പെരുകുമ്പോൾ ക്രിസ്ത്യൻസ് സൈലൻ്റ് ആയിരിക്കരുത്. ദേ ഹാവ് ടു സ്പീക്ക് ഔട്ട്. വാ തുറക്കണം, സംസാരിക്കണം, പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, എതിർത്ത് പറയണം. ഇത് ശരിയല്ല, ഇത് തിന്മയാണ്. എഴുതുന്നത് സോഷ്യൽ മീഡിയയിൽ എഴുതണമെങ്കിൽ എഴുതണം. അത് സുവിശേഷവൽക്കരണം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ചിലർ പറയുകയുണ്ടായി, ചില ആളുകൾക്ക് ഇത് നമ്മുടെ ഇങ്ങനെയുള്ള ക്രിസ്തീയ ശുശ്രൂഷകളെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്ത ചില ആളുകൾ പറഞ്ഞു, ഇപ്പോൾ വട്ടായിലച്ചൻ ഇങ്ങനെയൊക്കെ ചില സാമൂഹിക കാര്യത്തെക്കുറിച്ചൊക്കെ, ക്രിസ്തീയ ശുശ്രൂഷകളെക്കുറിച്ചോ ക്രിസ്തീയ ശുശ്രൂഷകരെക്കുറിച്ചോ പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പരിദേവനങ്ങൾ. എന്താണ് ക്രിസ്തീയ ശുശ്രൂഷ, എന്താണ് ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന് പരിജ്ഞാനമുള്ളൊരു വ്യക്തിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താ, ചുറ്റും ഓരോ തരത്തിലുള്ള അന്ധകാരങ്ങൾ കട്ടപിടിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ നടുവിൽ ദൈവസ്വരമാകുക, ഇതാണ് ക്രിസ്തീയ ശുശ്രൂഷ.
ഇതിനാണ് ഒരു ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബേസിക്കലി ഐ ആം എ ക്രിസ്ത്യൻ. ഞാൻ വചനപ്രഘോഷകനാകുന്നതിന് മുമ്പ് എൻ്റെ അടിസ്ഥാന യോഗ്യത ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആളാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് വചനപ്രഘോഷകനായത്. പ്രിയപ്പെട്ട സഹോദരൻ, വചനപ്രഘോഷണത്തിൻ്റെ തന്നെ ചൈതന്യം ഇതാണ്. ദൈവത്തിൻ്റെ സ്വരമാവുക, ദൈവത്തിൻ്റെ സ്വരമാവുക. ആരും ഇതിനെക്കുറിച്ച് ഭയവലാതിപ്പെടണ്ട. ആരും ഇതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെട്ട് ഭയവലാതിപ്പെട്ട് അയ്യോ എന്ന് പറഞ്ഞ് പരിഭ്രാന്തചിത്തരാകേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും തിന്മ കട്ട പിടിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കുമ്പോഴാണ് വചനപ്രഘോഷകൻ്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നത്. മിണ്ടുമ്പോഴാണ് വചനപ്രഘോഷകൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കുന്നത്. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് യേശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? യേശയ്യാ 42 അധ്യായത്തിൽ 18, 19, 20 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കി കാണുവിൻ, എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് ഇവിടെ കുരുടനായി? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബധിരൻ ആരുണ്ട്? എൻ്റെ വിശ്വസ്തനെ പോലെ, കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ഏതെങ്കിലും കുറച്ച് വചനങ്ങൾ, ദൈവവചന ശുശ്രൂഷകളിൽ എന്ന് പറഞ്ഞാൽ വചനങ്ങൾ മാത്രം പറയുന്നതാണെന്ന് അർത്ഥമില്ല മക്കളെ. വചന ഡെഫിനറ്റായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയണം. അതോടൊപ്പം തന്നെ ഞാൻ കാണാൻ വേണ്ടി എൻ്റെ ദൈവം കാണിച്ചു തരുന്ന കാര്യത്തെ കണ്ട് അതിൻ്റെ മുഖത്ത് സംസാരിക്കണം. ഞാൻ കേൾക്കാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ കേൾപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വരം അവിടെ പറയണം. അതും വചന ശുശ്രൂഷ തന്നെ, അതും ശുശ്രൂഷ തന്നെ, അതും ദൈവ ശുശ്രൂഷ തന്നെ. യേശയ്യാ 42, 18 തൊട്ട് 20 വരെ വാക്യങ്ങൾ. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ നോക്കിക്കാണുവിൻ. എന്താ ബധിരരെ കേൾക്കുക? അന്ധരെങ്ങനെ കാണുന്നത്? അന്ധര് കാണുന്നൊക്കെ പറയുമ്പോൾ എന്താ പറഞ്ഞറിയോ? ഇനി ഞാൻ കാഴ്ചയുള്ള ഒരു ശുശ്രൂഷകനെ തിരഞ്ഞെടുത്തു, അവൻ കണ്ടിട്ടും കാണുന്നില്ല. അതുകൊണ്ട് അന്ധന്മാരെ നിങ്ങളെങ്കിലും കണ്ടിട്ട് പറ. ഇന്ന് ചുറ്റുവട്ടത്ത് ഒത്തിരി പേര് അങ്ങനെയാണ്. ശരിക്കും സംസാരിക്കേണ്ടവർ സംസാരിക്കുന്നില്ല, കാണേണ്ടവർ കണ്ടിട്ട് മിണ്ടണില്ല, കേൾക്കേണ്ടവർ കേട്ടിട്ട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് കേൾവിയില്ലാത്തവരെയും കാഴ്ചയില്ലാത്തവരെയും വിളിച്ച് പറയാണ്: നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുക, നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുക. കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബം കാക്കാൻ വേണ്ടി കാവൽ നായകായിട്ട് കുടുംബത്തിൽ അങ്ങനെ ഔദ്യോഗികമായി ഡ്യൂട്ടിയുള്ളവർ അവിടെ കിടക്കുമ്പോൾ രാത്രി കള്ളൻ വന്ന് കുടുംബം ഭേദിച്ച് ഭവനഭേദനം നടത്തി, കള്ളൻ വീട് കുത്തി തുറന്ന് വീട്ടിലെ വിലപിടിപ്പുള്ള മൂല്യങ്ങളെല്ലാം, വീട്ടിലെ വിലപിടിപ്പുള്ള സമ്പത്തെല്ലാം മോഷ്ടിക്കുന്ന സമയത്ത് കുരയ്ക്കേണ്ട നായ കുരയ്ക്കാതെ കിടക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആടും ഇപ്പുറത്ത് നിൽക്കുന്ന കഴുതയും കൈകൊണ്ട് നിലത്ത് മാന്തി ശബ്ദമുണ്ടാക്കി യജമാനെ ഉണർത്തുകയാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് കുരയ്ക്കാൻ വായില്ല. കുരയ്ക്കേണ്ട നായ ഫ്രണ്ടിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പുറത്തെ ആലയിൽ ആടും ഇപ്പുറത്തെ ആലയിൽ കിടക്കുന്ന കഴുതയും അതിന് കുരയ്ക്കാൻ നാവില്ലെങ്കിലും വായില്ലെങ്കിലും അത് കാലും കൊണ്ട് മാന്തി സ്വരമുണ്ടാക്കി യജമാനെ ഉണർത്തുകയാണ്. ഇതാ ഭവനഭേദനം നടത്തുന്നു, ഇതാ മോഷ്ടാവ്, ഇതാ അവൻ വീട് കുത്തി തുറക്കുന്നു, ഇതാ അവൻ വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിക്കുന്നു, ഉണരുക എന്ന് പറഞ്ഞ് ദൈവശക്തി വെളിപ്പെടാൻ വേണ്ടി അവർ യത്നിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേദനയാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട് ഇവിടെ? അവൻ്റെ കർത്താവിൻ്റെ വേദന ഇതാണ്. അയ്യോ, അവൻ കണ്ടിട്ടും കാണുന്നില്ലല്ലോ, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ലല്ലോ. അപ്പോസ്തല പ്രവർത്തനം 20 അധ്യായത്തിൽ 28 തിരുലിഖിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 20:28. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വസിക്കുന്ന വിശ്വാസിയെ വിളിച്ചിട്ട് പറയുകയാണ്, നീ നിൻ്റെ വിശ്വാസം മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ, ദൈവത്തിൻ്റെ സഭയെ നീ കാത്തു സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ സഭയുടെ വിശ്വാസത്തെ നീ കാത്തു സൂക്ഷിക്കണം. ഓരോ വിശ്വാസിയെ നീ കാത്തു സൂക്ഷിക്കണം. സഭയിലൊരു പ്രാർത്ഥനയുണ്ട്. യാമങ്ങളിലെ പ്രാർത്ഥനകളിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ
അജഗണത്തെ ഉപദ്രവിക്കാതിരിക്കാൻ ദൈവമേ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്ന യാമങ്ങളിലെ പ്രാർത്ഥന. ഇന്ന് കർത്താവ് ഓരോ മകനെ തൊട്ട് വിളിക്കുകയാണ്, ഓരോ മകളെ തൊട്ട് വിളിക്കുകയാണ്. കർത്താവിൻ്റെ വിശ്വാസമുദ്ര പതിച്ച ഓരോ മകനും മകളോടും ചോദിക്കുകയാണ്, അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ എൻ്റെ അജഗണത്തെ ഉപദ്രവിക്കാതിരിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കാൻ മകനെ മകളെ നിനക്ക് കഴിയുമോ? അതാണ് അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം വാക്യത്തിന് ചൈതന്യം. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി രാവും പകലും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. തൊഴുത്തിൻ മുറ്റത്ത് വസിക്കാത്ത ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണം എന്നാണ് പറയണത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണത്? മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരൻ എന്താ? അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ വരും. അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ സഭയെ ഉപദ്രവിക്കുമ്പോൾ വിശ്വാസികൾ ഉപദ്രവിക്കുമ്പോൾ എസ്കേപ്പിസം, ആധ്യാത്മികതയുടെ മൂടുപടമായി എടുത്തു ധരിച്ച് ഞാനൊരു നല്ല മനുഷ്യനാണ്, ഞാൻ കർത്താവിൻ്റെ ആളാന്ന് പറഞ്ഞ് നടന്ന് നീ ഞെളിയരുത്. പ്രിയപ്പെട്ട മകനെ മകളെ, സമയത്ത് ഉത്തരവാദിത്വം പൂർത്തിയാക്കണം. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രബോധനമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 4:14, എൻ്റെ POC ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ 4:14 ഇങ്ങനെയാണ് കാണുന്നത്. എസ്തേറിനോട് മർദക്കായി എന്ന് പറയുന്ന വളർത്തു പിതാവ് ചെന്ന് പറയുകയാണ്, എസ്തേർ രാജ്ഞി സ്ഥാനത്ത് ഇന്ന് ഇങ്ങനെ രാജാവിൻ്റെ അടുത്ത് കൊട്ടാരത്തിൽ വലിയ നല്ല അവസ്ഥയിൽ നല്ല സ്ഥിതിയിലുമാണ്. ദൈവത്തിൻ്റെ ജനം അഭിമുഖീകരിക്കുന്നത് കിരാതമായ ഒരു പ്രതികൂലമാണ്. അപ്പോൾ മർദക്കായി എസ്തേറിനോട് പറയുന്നത് എങ്ങനെയാണ്? ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് ആശ്വാസവും മോചനവും വരും, പക്ഷേ നീയും നിന്റെ പിതൃഭവനവും ക്ഷയിക്കും. ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം മകളെ? ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചതും നിനക്ക് ഈ അധികാരം തന്നതും നിനക്ക് ഈ ശക്തി തന്നതും ആർക്കറിയാം? നീ അതെന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു? നീ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു? ഫെലിക്സ് മാർപ്പാപ്പ പറഞ്ഞിങ്ങനെയാണ്, പോപ്പ് ഫെലിക്സ് III, not to oppose error is to approve it. Not to oppose error is to approve it. And not to defend truth is to suppress it. And indeed, to neglect, to confound evil men when we can do it is no less a sin than to encourage them. ഇത് നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. നോട്ട് ടു ഒപ്പോസ് എറർ ഈസ് ടു അപ്രൂവ് ഇറ്റ്. നമ്മൾ കണ്ടു, മിണ്ടാതിരുന്നു, അതിൻ്റെ അർത്ഥം ഓക്കെ, ഗോൺ, നിങ്ങൾ അനുവാദം കൊടുത്തു, ആ തിന്മ ശക്തി പ്രാപിക്കാൻ നിങ്ങൾ അനുവദിച്ചു, നിങ്ങളും അതിൽ പങ്കാളിയായി. ആൻഡ് നോട്ട് ടു ഡിഫെൻഡ് ട്രൂത്ത് ഈസ് ടു സപ്രസ് ഇറ്റ്. നിങ്ങളുടെ മുമ്പിൽ സത്യം ചവിട്ടി മതിക്കപ്പെട്ടപ്പോൾ, നിങ്ങളുടെ മുമ്പിൽ സത്യം കൊട്ടയിട്ട് മൂടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ നാവുണ്ടായിരുന്നു, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവസരം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ എഴുന്നേറ്റില്ല, നിങ്ങൾ വാ തുറന്നില്ല, നിങ്ങൾ അനങ്ങിയില്ല, ചെറുവിരൽ അനക്കിയില്ല. യു ആർ സപ്രസിങ് ട്രൂത്ത്. തിന്മയുടെ മനുഷ്യർ ചുറ്റും കടന്ന് കളം നിറഞ്ഞാടുമ്പോൾ, കരിനാഗങ്ങൾ കളങ്ങൾ മായിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യു ആർ എൻകറേജിങ്. ഇഫ് യു കീപ് സൈലൻസ് യു ആർ എൻകറേജിങ് ദം. സഭാപ്രസംഗന്റെ പുസ്തകം 10-ാം അധ്യായം 18-ാം തിരുലിഖിതം, എക്ലസിയാസ്റ്റസ് 10:18. ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും. അവൻ അലസനായാൽ പുര ചോരും. ഉണരണം, അലസത വിട്ടെഴുന്നേൽക്കണം, ആലസ്യം വിട്ടെഴുന്നേൽക്കണം. തെറ്റുപറ്റുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് ഭീരുത്വത്തിന് അടിമപ്പെട്ട് ആലസ്യത്തിൽ പൂണ്ടിരിക്കരുത്. അതിനൊരു സുഖമുണ്ട്, വ്യർത്ഥമായ സുരക്ഷിതത്വം.
ഭീകരമായ നാശത്തെ കലാശിക്കും. അന്ന് മിസ്പാട്ട് 3 ആരംഭ ദിവസം പറഞ്ഞില്ലേ, ജർമ്മനിയിൽ നാസികൾ ഉണർന്നപ്പോൾ ഒരാലസ്യത്തിൽ കഴിഞ്ഞ ജനത കൊടുക്കേണ്ടി വന്ന വില, റഷ്യയിലും ചൈനയിലും അവരുടെ അലസതയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില. ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന് സന്തോഷം എന്ന ആ എക്സോർട്ടേഷനിൽ 49-ാമത്തെ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നതാണ്, പുറത്തു തെരുവിലിറങ്ങി മുറിവേറ്റ ഒരു സഭയെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നു. അടച്ചു പൂട്ടിയിരിക്കുന്നത് കൊണ്ടും സ്വന്തം സുരക്ഷിതത്വത്തിൽ ഒട്ടിച്ചേരുന്നത് കൊണ്ടും ഒരു പ്രത്യേക ആലസ്യത്തിൽ അനാരോഗ്യകരമായിരിക്കുന്ന ഒരു സഭയേക്കാൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പുറത്ത് തെരുവിലായിരുന്നത് കൊണ്ട് മുറിവേറ്റതും പീഡിപ്പിക്കപ്പെടുന്നതും കളങ്കപ്പെട്ടതുമായൊരു സഭയാണ്. മുറിവേൽക്കാം, പീഡിപ്പിക്കപ്പെടാം, അപമാനിക്കപ്പെടാം. പുറത്ത് തെരുവുകളിലായിരുന്നു തിന്മ കാണുമ്പോൾ തിന്മയുടെ മുഖത്ത് അപ്പോൾ തന്നെ പ്രതികരിക്കണം, എഴുന്നേൽക്കണം, സംസാരിക്കണം. അതും ദൈവ ശുശ്രൂഷ തന്നെ. പുറത്തു തെരുവുകളിലായിരുന്നത് കൊണ്ട് മുറിവേറ്റതും പീഡിപ്പിക്കപ്പെട്ടതും കളങ്കപ്പെട്ടതുമായ ഒരു സഭയാണ് ഐ പ്രിഫർ. കർത്താവിൻ്റെ ദാസൻ ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തുകയാണ്. അവരെന്ത് പറയും, അവരെന്തെഴുതും, ആരെങ്കിലും കൂടെ നിൽക്കുമോ, ഇത് ചിന്തിക്കരുത്. ഐ ഡോണ്ട് കെയർ. ഒരൊറ്റ കാര്യമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സയൻറ്റിസ്റ്റ് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനാണ്, ദൈവവിചാരത്തിന് ദൈവഭയമുള്ളൊരു മനുഷ്യനായിരുന്നു ഈ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഈ നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അതിലൊരുപാട് ന്യൂവാൻസസ് ഉണ്ട്. ഈ നാട് നശിക്കുന്നത് തിന്മ ചെയ്യുന്നവരെ കൊണ്ടായിരിക്കില്ല, പകരം തിന്മ കണ്ടിട്ടും പ്രതികരിക്കാത്തവരെ കൊണ്ടായിരിക്കും. പ്രിയപ്പെട്ട, അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 42-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചത് 18 തൊട്ട് 20 വരെ വാക്യങ്ങൾ. യെശയ്യാ 42-ാം അധ്യായം 18 തൊട്ട് 20 വരെ വാക്യം. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, തിന്മ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവർ. കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടൻ ആരുണ്ട്? അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും കേൾക്കുന്നില്ല, അവൻ്റെ ചുറ്റിനും തീ ആളി പടർന്നിട്ടും അവന് പഠിക്കുന്നില്ല. അവന് ചുറ്റിലും തീ ആളി പടർന്നിട്ടും അവൻ പഠിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡിഫെൻഡ് ചെയ്യേണ്ടവർക്കൊക്കെ ഡിഫെൻഡ് ചെയ്യണം. സോഷ്യൽ മീഡിയ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ ഡിഫെൻഡ് ചെയ്യും. വിശ്വാസത്തെയും സഭയെയും യേശുവിനെ കുറിച്ചും സംസാരിക്കേണ്ടത് സംസാരിക്കണം, ഏറ്റുപറയുന്നത് ഏറ്റുപറയണം. സത്യം ചവിട്ടിമതിക്കപ്പെടുമ്പോൾ സംസാരിക്കണം. വരും വരായികൾ ചിന്തിച്ച് ഭയന്നിരിക്കരുത്. ആരാണോ എഴുന്നേൽക്കുന്നത് അവൻ്റെ കൂടെ ദൈവശക്തി വെളിപ്പെടും. യുവജന മതബോധന ഗ്രന്ഥം യുക്കാറ്റിൻ്റെ ആമുഖത്തിൽ യുവജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന കാര്യമുണ്ട്. മക്കളെ, വിശ്വാസത്തെക്കുറിച്ച് അറിയണം, യേശുവിനെക്കുറിച്ച് അറിയണം, സഭയെക്കുറിച്ച് അറിയണം. കാരണം എത്ര കൗശലമായിട്ടാണ് ഈ ലോകം ഇന്ന് വിശ്വാസത്തെ അധിക്ഷേപിക്കുന്നത്. എത്ര കൗശലമായിട്ടാണ് ഇന്ന് ഈ ലോകം വചനത്തെ ലംഘിക്കുന്നത്. എത്ര കൗശലമായിട്ടാണ് വചന ലംഘനത്തിന് കുടുംബങ്ങളെയും തലമുറകളെയും വംശങ്ങളെയും ഈ ലോകം ഇന്ന് നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം, വചനം പഠിക്കണം, വിശ്വാസത്തെ നിങ്ങൾ പഠിക്കണം. മാർപ്പാപ്പ പറയുകയാണ്, ആവേശത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ പഠിക്കുക, വിശ്വാസ സത്യങ്ങൾ പഠിക്കുക. വെറുതെ കാറ്റഗിസം കൊണ്ട് അതുകൊണ്ട് പോരാ. കാറ്റഗിസമൊക്കെ വീണ്ടും റീവർക്ക് ചെയ്യേണ്ട സമയമായി. കാറ്റഗിസമൊക്കെ വീണ്ടും പുതുക്കി കാലഘട്ടത്തെ പുതിയ തലമുറയെ സാക്ഷികളാക്കാൻ തക്കവിധം വീണ്ടും റീവർക്ക് ചെയ്യേണ്ട സമയമായി. ആവേശത്തോടും സ്ഥിരോത്സാഹത്തോടും കൂടെ പഠിക്കുക. നിങ്ങളുടെ സമയം ഇതിനായി ബലിയർപ്പിക്കുക. നിങ്ങളുടെ മുറിയുടെ പ്രശാന്തതയിൽ ഇത് പഠിക്കുക. ഒരു സുഹൃത്തിനോടൊപ്പം ഇത് വായിക്കുക. യുവജന മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ബെനഡിക്റ്റ് മാർപ്പാപ്പ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പഠന സംഘങ്ങളും നെറ്റ്വർക്കുകൾ രൂപപ്പെടുത്തുക, ഇൻ്റർനെറ്റിൽ പരസ്പരം പങ്കുവെക്കുക. എല്ലാ വിധത്തിലും നിങ്ങളുടെ വിശ്വാസം അറിയണം, പഠിക്കണം, പരിചയപ്പെടുത്തണം. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു IT സ്പെഷ്യലിസ്റ്റ്
കമ്പ്യൂട്ടറിൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ അറിയുന്നത് പോലെ കൃത്യതയോടെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അറിയണം. നല്ല ഒരു സംഗീതജ്ഞൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണം അയാൾ അറിയുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം അറിയണം. നിങ്ങൾ യേശുവിനെ അറിയണം, യേശു ക്രിസ്തുവിനെ അറിയണം. അത് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം. കൃത്യമായിട്ടും യേശു ക്രിസ്തുവിനെക്കുറിച്ചും യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ചും മറുപടി കൊടുക്കണം. അതിന് നിങ്ങൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ സിനിമയിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഓരോ തരത്തിലും വിശ്വാസം അപമതിക്കപ്പെടുമ്പോൾ, സത്യം ചവിട്ടിമതിക്കപ്പെടുമ്പോൾ, സഭ ദുഷിക്കപ്പെടുമ്പോൾ ഉണർന്ന് ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക്, കമൻ്റ് എഴുതുന്നവർ കമൻ്റ് എഴുതണം, പോസ്റ്റ് ഇടുന്നിടത്ത് പോസ്റ്റ് ഇടണം, സംസാരിക്കുന്നിടത്ത് സംസാരിക്കണം, എഴുതേണ്ടടുത്ത് എഴുതണം, പ്രസംഗിക്കുന്നിടത്ത് പ്രസംഗിക്കണം. ജനകീയ കാറ്റഗിസം നടക്കണം, ജനകീയ കാറ്റഗിസം ഉണ്ടാകണം, ജനകീയമായി പ്രതികരിക്കണം, ജനകീയമായി കൂട്ടമായി എഴുതുകയും പറയുകയും കമൻ്റ് ഇടുകയും. അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു വാക്കാണെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം. അത് പാപമാണെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. പത്രമാധ്യമങ്ങൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം. പ്രതികരണം എഴുതേണ്ടത് എഴുതണം. കംപ്ലൈൻറ്റ് ചെയ്യുന്നിടത്ത് കംപ്ലൈൻറ്റ് ചെയ്യണം. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്. പ്രഭാഷകൻ 4:23, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 4 വേഴ്സ് 23. പ്രഭാഷകൻ 4:23. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം മറച്ചു വെക്കരുത്. അതായത് സംസാരിക്കുന്ന അവസരം കിട്ടുമ്പോൾ സംസാരിക്കണം. നീ പറയണം, അല്ല എനിക്കറിയാം, ഞാൻ പോയിട്ടുള്ളതാണ്, എനിക്കറിയാം ആ സ്ഥലത്തെക്കുറിച്ച്, എനിക്കറിയാം ആ വ്യക്തിയെക്കുറിച്ച്. കൃത്യമായി പറയേണ്ടത് പറയണം. പോൾ ആറാമൻ മാർപ്പാപ്പ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ 3 ദശകങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസിയോ എന്ന രേഖയിൽ പോൾ ആറാമൻ മാർപ്പാപ്പ പറയുകയാണ്, മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ കർത്താവിൻ്റെ മുമ്പിൽ സഭ കുറ്റക്കാരിയായിരിക്കും. യേശുവിൻ്റെ 2ാം വരവെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ സഭ കുറ്റക്കാരിയായിരിക്കും. യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാം, എന്നാൽ നിങ്ങളത് ഉപയോഗിച്ചില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാം, എന്നാൽ വിശ്വാസം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിച്ചില്ല. കമൻ്റ് ഇടാൻ അറിയാമായിരുന്നു, കമൻ്റ് ഇട്ടില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമായിരുന്നു, അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായിരിക്കും. അറിവുള്ളവർ ആ അറിവ് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയണം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. യേശു പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഉണർത്തുക, കൈകോർക്കുക, പ്രതിരോധിക്കുക. എഴുന്നേൽക്കുവിൻ, ദൈവശക്തി വെളിപ്പെടും.